പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. സ്നേഹമുള്ളവരെ, ഉയർപ്പ് കഴിഞ്ഞു. ഉയർപ്പിൻ്റെ ശക്തി മുഴുവനും പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് പ്രവഹിപ്പിക്കുക എന്നതായിരുന്നു കർത്താവിൻ്റെ വലിയ പദ്ധതി. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അത് ഈ പുതിയ നിയമത്തിലൂടെ വരാനിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സൂചനകളും സന്ദേശങ്ങളും പ്രവചനങ്ങളുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഈശോ മിശിഹ പീഡ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, ഉയർത്തു. ഇതാ ഈ സംഭവത്തിൽ മുഴുവൻ പ്രവർത്തിച്ച പരിശുദ്ധാത്മ ശക്തിയുടെ ആ ശക്തി മുഴുവനും, ആ യോഗ്യത മുഴുവനും നമുക്ക് നൽകിക്കൊണ്ടാണ് ഉയർപ്പ്. ആ ഉയർപ്പിന് ശേഷം അപ്പസ്തോലന്മാർ ഭയന്ന് കതകടച്ചിരിക്കെ ഈശോ അവരുടെ മധ്യത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചു. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 19 മുതലുള്ള വചനത്തിൽ നമുക്ക് കാണാം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ. ശ്രദ്ധിക്കണം, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഉയർപ്പിൻ്റെ അന്ന്, ഉയർപ്പ് നടന്ന അന്ന് ശിഷ്യന്മാർ യഹൂദരെ ഭയന്നു. ഇപ്പോഴും ഈശോയെ പീഡിപ്പിച്ച, കുരിശിൽ തറച്ച ആ രംഗങ്ങൾക്ക് സാക്ഷികളായിരുന്ന അവരുടെ ഹൃദയത്തിൽ നിന്നും ആ ഭയാനകമായ അവസ്ഥ പോയിട്ടില്ല. അവരെയും കുരിശിൽ തറയ്ക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് യഹൂദർ ഭയന്ന് കതകടച്ചിരിക്കെ. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മുറി, ആ മുറിയിലെല്ലാവരും കയറി കൊറോണ ലോക്കൗട്ട് മാതിരി കതകടച്ചിരിക്കെ. ആരും പുറത്തിറങ്ങാൻ പാടില്ല. കതകടച്ചിരിക്കെ, കതക് തുറക്കാതെ തന്നെ യേശു അവരുടെ മധ്യത്തിൽ വന്നിരിക്കുന്നു. ഇതാണ് ഉത്ഥാനത്തിൻ്റെ
ഉത്ഥിതനായ യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത. ഉത്ഥിതനായ യേശുവിൻ്റെ ശരീരം സൂക്ഷ്മമായ ശരീരമാണ്. ആ ശരീരത്തിന് ഭിത്തിയുടെ ഉള്ളിലൂടെ കടക്കാം. അത് മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ശക്തി, ഇവിടെ ഏറ്റവും സർവാധിപത്വം. അവർ കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഒരുപക്ഷെ കൈ ഇങ്ങനെ കാണിച്ചിട്ടാണ്. ആ കയ്യിലെ മുറിവ് അവർ കണ്ടു. നിങ്ങൾക്ക് സമാധാനം. ഇതായിരുന്നു ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യം അപ്പസ്തോലന്മാരോട് സംസാരിച്ച വാക്കുകൾ. നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. അവർക്കുണ്ടാകാവുന്ന സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. 2 ദിവസം മുൻപ് ഈ നമ്മുടെ കർത്താവിനെ ഇത്ര ദാരുണമായി അവർ കുരിശിൽ തറച്ചു കൊന്നു. ആ കർത്താവ് ഇതാ അവരുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ച പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മുടെ വിഷയം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർപ്പിന് മുമ്പ് അന്ത്യത്താഴത്തിന് ശേഷം പറഞ്ഞത് മുഴുവനും താൻ നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അന്ത്യമൊഴികളെ പോലെയാണ് ഈശോ അത് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഇതാ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യം നൽകുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അതിനുശേഷം ഈശോ 40ഓളം ദിവസം അവരോട് കൂടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ, നമ്മൾ പറയേണ്ടതാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ നടക്കുന്നതെന്ന് അപ്പസ്തോലന്മാരോടൊപ്പം ശുശ്രൂഷ ചെയ്തു കാണിച്ചു കൊടുത്തു. അവിടെ വെച്ചാണ് ബലിയർപ്പണം, ഈ കൂദാശകളെല്ലാം ഉണ്ടായി കാണുക. അതുകൊണ്ടാണ് അതിനുശേഷം അവർ ആ കൂദാശകളാണ് ഉടനെ പരികർമ്മം ചെയ്യൽ നടന്നത്. അതിനുശേഷം 40 ദിവസത്തിന് ശേഷം ഈശോ മലമുകളിലേക്ക് ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി. അവരെല്ലാവരും നോക്കി നിൽക്കെ ഈശോ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി 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 പോണു. അവരന്തം വിട്ട് കാണും. അവരെ കരങ്ങൾ ഉയർത്തി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം ഒരു വലിയ അടയാളമാണ്, ഒരു വലിയ സംഭവമാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു, മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് ഉയർത്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ യോഗ്യതകളും നൽകിക്കൊണ്ട് അവനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ആ അനുഗ്രഹത്തിന് സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ വർഷിക്കുന്നതുവരെ ആരും പട്ടണം വിട്ടു പോകരുത്. ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്നത് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും ഈശോയുടെ അമ്മയായ മറിയത്തോടൊപ്പം ചേർന്ന് അവരെല്ലാവരും ദേവാലയത്തിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയം വിട്ടുപോകാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതേ ലൂക്ക തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇവർ ഏകമനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടും ഒപ്പം
നിരന്തരം പ്രാർത്ഥനയിൽ ആയിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ഉയർപ്പിന് ശേഷം പന്തക്കുസ്ത വരെയുള്ള കാലഘട്ടം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഉയർപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും എല്ലാം നമ്മൾ ധ്യാനിച്ചു. അന്നേ തന്നെ നമ്മൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നു, ഉയർപ്പിന് ശേഷം പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരിക്കണം നമ്മൾ ധ്യാനിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും പഠിക്കേണ്ടതും പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുമാണ്. ഞാൻ പറയുന്നത് സഭ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. സുവിശേഷം, പുതിയ നിയമം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. മിനിസ്ട്രി ഓഫ് ഹോളി സ്പിരിറ്റ്. ഈശോ തന്നെ പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത്, ശുശ്രൂഷിക്കാനാണ്. ആ ഈശോയാണ് പറയുന്നത്, എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 2 ശുശ്രൂഷകരാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ജീവദാതാവും പിതാവിനും പുത്രനും സമനായവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവും പിതാവിനും പുത്രനും സമനായ പുത്രൻ തമ്പുരാനും നമ്മുടെ ശുശ്രൂഷകരാണോ? അതാണ് ദൈവത്തിൻ്റെ എളിമ. ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ എളിമയാണ്. ദൈവത്തിൻ്റെ മഹത്വം ദൈവം മനുഷ്യനായി വന്നു എന്നതാണ്. ദൈവത്തിൻ്റെ മഹത്വം ആ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈശോയുടെ ജീവിതം തന്നെ പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുന്നതും ശുശ്രൂഷിക്കപ്പെടുന്നതുമായിരുന്നു. ഈശോയുടെ ജനനം തന്നെ, ഈശോ മനുഷ്യനായി അവതരിച്ചത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിലൂടെയാണ്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അപ്പോൾ മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി, അതായത് പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിലൂടെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. അതേ പരിശുദ്ധാത്മാവ് ഈ പുത്രൻ തമ്പുരാനെ ജീവിതത്തിൽ ജ്ഞാനത്തിൽ വളർത്തി. ഈ പുത്രൻ തമ്പുരാൻ കാലത്തിൻ്റെ സമയമായപ്പോൾ, 30 വയസ്സായപ്പോൾ, ഈ പുത്രൻ തമ്പുരാൻ ഈശോ മിശിഹായ്ക്ക് ജ്ഞാനസ്നാനം നൽകി. ആ ജ്ഞാനസ്നാന സമയത്ത് വീണ്ടും ഇതാ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് ഈ മകനിൽ, ഈ പുത്രനിൽ, ഈശോ മിശിഹായിൽ ആവസിച്ചു, അഭിഷേകം ചെയ്തു. ആ ഈശോ മിശിഹ അതിന് ശേഷം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വചനത്തിലെല്ലാം പറയുന്നത് നമുക്കറിയാം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കണ്ടോ? ഈശോ മിശിഹായുടെ ശുശ്രൂഷയുടെ പ്രധാന ഘടകം എന്താ? ഈശോ പിന്നീട് പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിങ്ങളും ചെയ്യും. മാത്രമാണോ? ഈശോ വീണ്ടും പറഞ്ഞു, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അതാലോചിച്ച് നോക്കൂ സ്നേഹമുള്ളവരെ, ഇതാണ് ഒരു ക്രൈസ്തവൻ്റെ വിളി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഈശോ മിശിഹ ചെയ്ത കാര്യമെല്ലാം ചെയ്യും. കാരണം ഈശോ മിശിഹ പരിശുദ്ധ റൂഹായെ അയച്ച് റൂഹാദക്കുദിശ അവനിൽ വസിക്കുമ്പോൾ, ഈശോ മിശിഹായിൽ വസിച്ച അതേ റൂഹാദക്കുദിശ നമ്മളിലും വസിക്കുമ്പോൾ അതേ അഭിഷേകം നമ്മൾക്കും ലഭിക്കുകയാണ്. ഈശോയുടെ അഭിഷേകത്തിൻ്റെ 3 രഹസ്യങ്ങൾ: ഈശോയിലുള്ള പൗരോഹിത്യ അഭിഷേകം, ഈശോയിലുള്ള രാജകീയ അഭിഷേകം, ഈശോയിലുള്ള പ്രവാചക അഭിഷേകം. ഇത് 3ൻ്റെയും നിദാനം റൂഹാദക്കുദിശായാണ്. അങ്ങനെ റൂഹാദക്കുദിശായിലൂടെ ഉണ്ടായ ആ അഭിഷേകം
ത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ഈശോ ജനിച്ചത് റൂഹാൽ ഖുദ്സായിലൂടെയാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ജ്ഞാനസ്നാന സമയത്ത് ഈശോയിലേക്ക് റൂഹാൽ ഖുദ്സ ഒരു പ്രത്യേക രീതിയിൽ അഭിഷേകം നൽകുന്നു. ഈശോ തന്നെ അത് പറയുകയാണ്. അത് പഴയ നിയമത്തിൽ ഏശയ്യായുടെ പുസ്തകത്തിൽ തന്നെ പ്രഘോഷിച്ചിട്ടുള്ള അതേ ഏശയ്യായുടെ പുസ്തകം എടുത്തു വെച്ചുകൊണ്ട് സിനഗോഗിൽ വെച്ച് ഈശോ അത് വായിച്ച് പ്രഖ്യാപിച്ചിട്ട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ കേൾക്കേ ഈ തിരുവെഴുത്തുകൾ പൂർത്തിയായിരിക്കുന്നു. കേട്ടു നിന്നവരെല്ലാം ആശ്ചര്യപ്പെട്ടു. ഇതെന്തീ പറയണേ, തിരുവെഴുത്ത് പൂർത്തിയായിരുന്നു. എന്തായിരുന്നു ആ തിരുവെഴുത്ത്? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ചു. വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. വിശുദ്ധ ലിഖിതം വായിക്കുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ് ഈശോയുടെ ശുശ്രൂഷ മുഴുവനും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. ഈശോ പന്തക്കുസ്തായ്ക്ക് ശേഷം ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയുള്ള ശുശ്രൂഷയാണ്. ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതം, അവൻ്റെ വ്യക്തിപരമായ ജീവിതമാകാം, അവൻ്റെ സാമൂഹിക ജീവിതമാകാം, അതിലുമുപരി അവൻ്റെ ഭക്തിപൂർവമായ അവൻ്റെ ആത്മീയ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയുള്ളൊരു ജീവിതമാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് ഈശോ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈശോ തന്നെ ചെയ്ത് കാണിക്കുകയാണ്. അപ്പസ്തോലന്മാരെ ഈശോ വിളിച്ചു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണാം. 12 പേരെ അവൻ വിളിച്ചിട്ട് എന്ത് ചെയ്തു? അവരെ ആരെയും വലിയ സെമിനാരി ഫോർമേഷനോ ട്രെയിനിങ്ങോ ഒന്നും കൊടുക്കുകയല്ല ചെയ്തത്. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊടുത്തു. പിന്നീട് സാവധാനം അവർക്ക് ഫോർമേഷനെല്ലാം കിട്ടി. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണിത്. ഈശോ അപ്പസ്തോലന്മാരെ വിളിച്ചു. അവർ നിരക്ഷരകുക്ഷികളായ മുക്കുവന്മാരായിരുന്നു. അവർക്കാദ്യം കൊടുത്തത് എന്താ? പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാണ്. ഇതാണ് സ്നേഹമുള്ളവരെ ഓരോ വിശ്വാസിക്കും ലഭിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ വേണ്ട രീതിയിൽ കണ്ടെത്തിയിട്ടില്ല, നമ്മളതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ 40 വയസ്സായപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ഈ വരദാനങ്ങളുമെല്ലാം പ്രധാനപ്പെട്ട വൈദികർക്കും സഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കുമെല്ലാമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആകസ്മികമായി ഞാൻ അറിയാതെ തന്നെ, ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാതെ തന്നെ എന്നിൽ ഉറങ്ങിക്കിടന്ന പരിശുദ്ധാത്മാവ് ഉണർന്നു. പന്തക്കുസ്തായ്ക്ക് ഭാഷാവരത്തിൽ അവർ പ്രാർത്ഥിച്ച പോലെ ഇതെന്താണ് എൻ്റെ വായെന്ന് പറയണത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ്. ഇത് അപ്പോൾ മുതൽ
എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ അന്ന് വരെ ആരോടും സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. അതെൻ്റെ ഒരു ദൗത്യമാണെന്ന് ആരും എന്നോട് അന്ന് വരെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ഉള്ളിൽ പറയുകയാണ്, നീ പ്രഘോഷിക്കുക, നീ പറയുക, നീ നിശബ്ദമായിരിക്കരുത്, നിന്നെ ഞാൻ വിളിക്കുന്നു. അന്നു മുതൽ ഞാൻ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. എനിക്കതിനു വേണ്ടി വേറെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് അൽമായരായ എല്ലാ മനുഷ്യരും, എല്ലാവരിലും ഈ വരമുണ്ട്. സാധാരണക്കാർ, വീട്ടമ്മമാർ, വീട്ടപ്പൻ, വീട്ടമ്മയായാലും വേലക്കാരിയായാലും അവരിലെല്ലാം ഈ വരമുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് എല്ലാ ജാതി മതസ്ഥരിലും വസിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് ഈശോ പറഞ്ഞതിനെക്കുറിച്ച് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇതാണ്: എൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആ ശരീരത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ഈശോയുടെ സഭയാകുന്ന ശരീരത്തിൻ്റെ മേൽ എന്ന് കൂടിയാണ് അർത്ഥം. ഈശോ ആകുന്ന ആ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി അല്ല ഈ പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നത്. ഈശോ ആകുന്ന വ്യക്തിയാകുന്ന ഈശോയുടെ ശരീരത്തിന് വേണ്ടിയാണ്. ആ ശരീരം സഭയാണ്, ആ ശരീരം ദൈവജനമാണ്. ആ ദൈവജനം വിശ്വാസികൾ മാത്രമല്ല, വിശ്വാസത്തിലേക്ക് ഇനി വരാനിരിക്കുന്ന മറ്റ് മതസ്ഥരും കൂടി ഇതിലുൾപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും തന്നെ നിരവധി പേർ സുവിശേഷം അറിഞ്ഞു, പക്ഷെ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ല. അവർ നമ്മളെപ്പോലെയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ശക്തരായി പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. എനിക്കറിയാവുന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യം ഇതാണ്: തോമസ് പോൾ ബ്രദറെ, എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു ബ്രദറിൻ്റെ ധ്യാനം 9 ദിവസത്തെ ധ്യാനം കൂടണം. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവിനോടിത് പറഞ്ഞാൽ എന്നെ വിടുവോ? ഞാനിപ്പോഴും മാമോദീസ സ്വീകരിച്ചിട്ടില്ല, ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ടില്ല, എൻ്റെ 4 മക്കളാണുള്ളത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അവൾ എന്നെ ഫോൺ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ പരിശുദ്ധാത്മാവിനോട് തന്നെ പറയ്, പരിശുദ്ധാത്മാവേ നീ ഇതെല്ലാം ക്രമീകരിക്കണേ. ധ്യാനത്തിൻ്റെ തലേ ദിവസം വരെ ഒരനക്കമില്ല, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. 9 ദിവസത്തെ ധ്യാനം, 4 കുട്ടികളുണ്ട്, അധികം പ്രായമായിട്ടില്ല, എല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ്. ധ്യാനത്തിൻ്റെ തലേ ദിവസം അവളുടെ ഭർത്താവ്, അദ്ദേഹം ഈ വിശ്വാസത്തിലേക്ക് അധികം വന്നിട്ടില്ല, എങ്കിലും ഒരു ചായ്വുണ്ട്. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, നിന്നോട് കർത്താവ് ദൈവം എന്തോ സംസാരിക്കണ മാതിരി തോന്നുന്നുണ്ടല്ലോ. അതെ, ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതുമാതിരി ചെയ്യണേ, അല്ലെങ്കിൽ നമുക്കത് അനുഗ്രഹമാവില്ല. ഷോ പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അവൾ പറഞ്ഞു, അതെ, ദൈവം എന്നോട് പറയണത് തോമസ് പോൾ ബ്രദറിൻ്റെ 9 ദിവസത്തെ ധ്യാനം നീ പോയി കൂടണം എന്നാണ് പറയണേ. ഞാൻ എങ്ങനെ പോകും? 4 പിള്ളേരെ ഇട്ട് ചേട്ടനെ ഇവിടെ ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെ പോകും? ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നീ പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം, ഞാൻ 4 കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, നീ ധൈര്യമായിട്ട് പോയിക്കോളൂ. സ്നേഹമുള്ളവരെ, എനിക്ക് അങ്ങനെ സാധിക്കുമെന്ന് തോന്നണില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ 4 പിള്ളേർക്ക് വെച്ച് വിളമ്പിക്കൊടുത്ത് അവരെ കുളിപ്പിച്ച് അവർ സ്കൂളിൽ വിട്ടോളാം, നീ ധ്യാനം കൂടാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് അതിരുകളില്ല. അത് ക്രിസ്ത്യാനികളിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. നമുക്ക് കാണാം, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസ് ഒരു വിജാതീയനായിരുന്നു. കൊർന്നേലിയോസിനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ പത്രോസിനെ ആളയച്ച് വരുത്താൻ. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത്, ജനറലായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് അതിരുകളില്ല. ഹീ ഈസ് ഒമ്നിപൊട്ടൻറ്റ്, ഒമ്നീഷ്യൻ, ഓംനിസൻ. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ആഴമായി പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു.
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു, കർത്താവും ജീവദാതാവുമാകുന്നു. പിതാവിനും പുത്രനും സമനായവനും, പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും, പിതാവിനോടും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനും കർത്താവും ജീവദാതാവുമാകുന്ന ഈ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ദൈവം നിശ്വസിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് വന്ന് ഈശോ നിശ്വസിച്ചത് അപ്പസ്തോലന്മാരിലേക്ക് മാത്രമല്ല, മനുഷ്യവംശം മുഴുവനിലേക്കും വേണ്ടിയാണ്. മനുഷ്യവംശത്തെ മുഴുവനും പുതിയതാക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയാണ്, ഒരു പ്രവൃത്തി ആരംഭിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടുവേലക്കാരാണ്. 1 കൊരിന്ത്യർ 3:9 പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് ഈശോ നൽകിയിരിക്കുന്ന വരദാനങ്ങളെ നമ്മൾ ജ്വലിപ്പിക്കുകയും നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് എന്താ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കണേ എന്ന് കേൾക്കുകയും നമ്മൾ ഏതവസ്ഥയിലായാലും വളരെ പ്രധാനമായി ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലെ ഒരു ഉപകരണങ്ങളാണ്, ഒരു പേനയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും. ദൈവമേ, ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന വരദാനങ്ങളെല്ലാം ജ്വലിപ്പിക്കണമേ, അതിനെ പ്രകാശിപ്പിക്കണമേ. ആമേൻ.